രഹസ്യങ്ങൾ. ആ എന്താണത്? ഇതെന്താണിത്? ഇതിന്റെ അകത്തൊന്നുമില്ല. അതെ, എന്നാലും നവീന്റെ വീട്ടില് ഞങ്ങൾ വന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നവീന് തന്നെ എന്തൊക്കെയോ നവീൻ പേടിച്ചു എന്തോ ഉണ്ടോ. ഞാൻ ഡൗട്ട് അടിച്ചിരിക്കണം. നീ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങിക്കണ്ടപ്പോ ഞാൻ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കൊണ്ടേ വെച്ചോ, ഞാൻ അറിയാതെ അച്ഛനും അമ്മ എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും ഒപ്പിച്ചോന്നൊരു ഡൗട്ട്. പക്ഷെ നവീൻ ഞാൻ കേട്ട കാര്യമാണ്, നെറ്റിപ്പട്ടം ഭയങ്കരമായിട്ട് നവീൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അതാണ് എന്തോ നവീന്റെ ഒരു സക്സസിന്റെ. തീർച്ചയായിട്ടും നെറ്റിപ്പട്ടം നമ്മുടെ വീടിന്റെ മുമ്പിൽ വെക്കുന്നത് ഒരു ഐശ്വര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനച്ചന്തം, ആനക്ക് ഒരു ഭംഗി കൊടുക്കുന്ന നെറ്റിപ്പട്ടമാണല്ല. തീർച്ചയായിട്ടും ഉത്സവത്തിനെ കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലൊരു ഈ നെറ്റിപ്പട്ടം ഇവിടെ ചാർത്തിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ഇത് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10-25 വർഷമായിട്ടുണ്ട്. ഇതോ 25 years ആയിട്ടുള്ള. പിന്നെ നമ്മളത് ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാ മാസവും നീറ്റാക്കി ക്ലീൻ ചെയ്യും. അല്ലേ എന്തൊക്കെയല്ലേ പറയണ്ടെന്ന്. അത് എത്ര നാളെ എനിക്കറിയില്ല സത്യം, എത്ര നാളായിട്ടാണ് കട്ട് ചെയ്യൂ. അതെ, വീട്ടിലൊരെണ്ണം കൊല്ലായിട്ടേ ഉള്ളൂ. 10 കൊല്ലം. നിങ്ങൾ ആഡ് ചെയ്യണത്. അല്ലെങ്കിലും ഇത് 20 കൊല്ലാന്ന് പറഞ്ഞാൽ പ്രേക്ഷകര് അടിക്കും. ഞാനൊന്ന് കൈന്നിട്ട് നോക്കി, പക്ഷെ പൊളിഞ്ഞു. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. പക്ഷെ ഇല്ല ആന്റി, നമ്മൾ അങ്ങനെ കേട്ടു. അത് ഈ ഒരു നെറ്റിപ്പട്ട് അത് നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം, ഇഷ്ടം, ഇത് പറയുന്ന പോലെയൊക്കെ ആയിരിക്കും. പക്ഷെ അത് വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഇപ്പൊ നവീന്റെ ലൈഫിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണോ വെണ്ണലയിലെ വീട്ടിലും നെറ്റിപ്പട്ടം വെച്ചത്? സത്യത്തിൽ നെറ്റിപ്പട്ടം ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഓക്കെ. പിന്നെ അതിന്റെ പുറകില് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു വിശ്വാസം കേട്ടോ. രമ്യ അങ്ങനെ പറഞ്ഞു. രമ്യയുടെ വീട്ടിലുണ്ടാ? എന്റെ വീട്ടിലുണ്ട്. അല്ല, അത് വെച്ചതിന് ശേഷം 2 അവാർഡൊക്കെ കിട്ടിയല്ലോ. അപ്പൊ പിന്നെ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ അത് എന്തുകൊണ്ട് വരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് മസാല ഇത്ര ഇട്ട മനുഷ്യനല്ലേ, ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസിൽ പോയിട്ടും ആൾക്കാർ പറയുന്നുണ്ട് എന്തൊരു എക്സ്പ്രഷൻ ആണ് നവീൻ ഇടുന്നത്, എന്തൊരു ഇമോഷൻ. അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ സത്യം. വാക്കുകൾക്ക് അവർ ഈ ഫ്രെയിമും കൂടെ എക്സ്പ്രഷനിലൂടെ ആയിരുന്നു അത്. എന്താ പറഞ്ഞത്, ആണോ പൊതുവെ? പിന്നെ ആണോ? ആവശ്യമില്ലാത്ത കാര്യത്തിന് ആവശ്യമുള്ളതിനൊന്നും ചുണ്ടി എടുക്കൂല. ഇല്ല, അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ ഡെയിലി ബേസിസിൽ ചുണ്ടി ഉണ്ടാവില്ലേ? പിന്നെ അപ്പൊ ഇന്നിപ്പോ ചുണ്ടി എടുത്ത് എന്ത് കാര്യത്തിന്? ഇന്നിപ്പോ ഞാൻ ഇച്ചിരി ലേറ്റ് ആയി വരാം. അപ്പൊ അതിന് ചുണ്ടി എടുത്തു. അല്ല, എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക സമയങ്ങളിലും ഞാനാണ് ലേറ്റ് ആവുന്നത്. പുള്ളിക്കാരിയാണ് എപ്പോഴും അതിനെ കുറിച്ച് എപ്പോഴും എന്നാ. അല്ല, ഒരു പ്രാവശ്യം നമുക്ക് തിരിച്ചു കൊടുക്കാൻ അവസരം കിട്ടിയൊരു അവസരം വരുന്നത്. അപ്പൊ ഞാനും ആലോചിച്ചു കിട്ടിയൊരു അവസരം. എന്താ ലേറ്റ്, അവർ എത്ര നേരം വന്നേക്കണെന്ന് അറിയാം. പുള്ളിക്കാരി അവിടെ എന്റെ താമസിക്കുന്ന വീട്ടിലായിരുന്നു. അപ്പൊ കൂട്ടാണ്ട് പോകുന്നു. കൂട്ടാണ്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂന് വേഗം വരണം എന്ന് പറഞ്ഞ് അപ്പൂ പറഞ്ഞു. അല്ല, എന്നാലും നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ടേ ചുണ്ടി എടുക്കണ്ട, അല്ലെങ്കിൽ ഇമോഷൻസ് എല്ലാം ഇങ്ങനെ. ഞാൻ പറയില്ലേ, ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെ കൊണ്ട് ചുണ്ടി എടുക്കുക, അവിടെ കൊണ്ട് ബഹളം ഉണ്ടാക്കുക, അതല്ല. അതൊരു 35 ദിവസം അവിടെ നിന്ന് സമാധാനമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. 35ാമത്തെ ദിവസത്തിലൂടെ ആയപ്പോഴേക്കും എന്റെ സമാധാനമൊക്കെ പോയി. കാര്യം ആ ഒരു ഷോ അങ്ങനത്തെ ആണല്ലോ. നമ്മൾ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്നു, എത്രത്തോളം പ്രൊവോക്ക് ചെയ്യുന്നു, അതിന്റെ അപ്പുറമാണ്. ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു 30 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യമേ വൈഫിനോട് പറഞ്ഞിട്ടാ പോയത്, കൂടി പോയി 2 ആഴ്ച അതിന്റെ അപ്പുറം ഞാൻ നിക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത വാക്കുകൾ പറയുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അല്ല, എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനൊരു ഇതുണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ശ്രീനിഷ്, പേളിമണി, പിന്നെ അതൊരു മണിക്കൂട്ടനൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, എന്റെ ബ്രോന്റെ സ്വഭാവം അവിടെ കാണിക്കരുത്, തിരിച്ചിറങ്ങേണ്ടതാണ്, തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉള്ള സ്നേഹം കൂടി ഇല്ലാണ്ട് ഔട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാനാകെ ഞാൻ എന്താ പറയേണ്ടത്, അവിടെ പിന്നെ വേറെ സ്ക്രിപ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പിടിച്ചിങ്ങനെ നിന്ന്. കാര്യം എന്താ പറയാ, എന്തെങ്കിലും ഒരു വാക്കിന്റെ വായിന്ന് വരും തെറിയായിട്ട്. പക്ഷെ ഒരു തെറി വന്ന അതിന്റെ ഉള്ളിൽ അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് ഞാൻ വളരെ പതുക്കെയാണ് പറഞ്ഞത്. പക്ഷെ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് സാധനം പുറത്തോട്ട് വന്നു. പറഞ്ഞതാണ്. അതിപ്പോ ആ ഒരു 35 ഡേയ്സിന്റെ ഇതല്ലേ, ബിഗ് ബോസ് അല്ലല്ലോ നമ്മുടെ ലൈഫ്. അല്ല, എന്നാലും ഒരു 35 ഡേയ്സ് ഇങ്ങനെ നിങ്ങളുടെ ഇതുപോലെ നമ്മളല്ലാണ്ടാവുകയാണ് കുറെ സമയങ്ങളിലെങ്കിലും. അല്ല, ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ ഫുള്ള് അതിന്റെ ഉള്ളിൽ ചെന്നപ്പോ ഭയങ്കര കോൺഷ്യസ് ആയി. ഇവരൊക്കെ പറഞ്ഞെന്നെ ഇങ്ങനെ ഇതാക്കി വെച്ചേക്കുന്നുണ്ട്. കാര്യം ഞാൻ ചിന്തിക്കുന്ന പറഞ്ഞാൽ പുറത്ത് ഇവര് വൈഫ്, കുട്ടികളൊക്കെ, ഫാമിലിയൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ അതിന് സൈബർ ബുള്ളിങ് ഒക്കെ ഭയങ്കരമാണ്, ഭീകരമാണ്. കാര്യം ഞാൻ ഇത്രയും
ഇത്ര അധികമൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അത് കുറച്ച് ചെയ്തിട്ട് തന്നെ എനിക്ക് ചീത്തവിളിയായിരുന്നു. കാര്യം ഈ PR വർക്കും ഫാൻ ഫോളോവേഴ്സ് കുറെ അങ്ങനത്തെ ആ ഒരു ടൈമിലുണ്ടാവും. ഒരു 3-4-5 മാസം വരെ അതിന് കുറെ ആൾക്കാരും കുറെ പിള്ളേരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ പറയാ, ഓർപ്പിക്കലാവുന്നു എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഇറങ്ങിയപ്പം 35th ഡേ അതിൽ നിന്ന് ഇറങ്ങിയപ്പം ശരിക്കും നവീൻ ഒരു റിലാക്സ്ഡ് ആയിരുന്നോ? റിലാക്സ്ഡ് ആയിരുന്നില്ല. 35 ഞാൻ സത്യം പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി 35 ദിവസം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ നേരെ പുറത്തോട്ട് വന്നിട്ട് ഞാൻ ഈ പറയാനുള്ള തെറികൾ മുഴുവനും ഞാൻ ആ ക്യാരവണിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്ന് പുറത്തു പോകുന്നു പറഞ്ഞു. പിന്നെ കുറെ ചീത്ത അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു നമ്മൾ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ച് എത്രയെന്ന് വെച്ച് പിടിച്ചു വെക്കും നമ്മള്. ഇവിടെ അല്ല, ഇവിടെ. അപ്പം എന്താ പറയണ്ട, അത് ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ഓക്കെ ആവും. കാര്യം നമ്മൾ വേറൊരു ഇതിൽ നിന്നാണല്ലോ വന്നേക്കണത്. ഓക്കെ, എന്നാലും അപ്പം അതെ ഭയങ്കര ഒരു സിറ്റുവേഷനിലായിരുന്നു. പിന്നെ എനിക്കിപ്പോഴും മനസ്സിലാത്ത ഒരു കാര്യം, നമ്മളെ കൊണ്ടുപോകും. അതെ എങ്ങനെ ഇങ്ങോട്ട് പോണ ടെറസിലേക്ക് ആരോഗ്യത്തിന് നല്ലത്. കുറച്ചും കൂടി രസമായിരിക്കും. നിരവധി പരമ്പരകളിലൂടെയും ഗെയിം ഷോകളിലൂടെയും മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ ആളാണ് നവീൻ അറക്കൽ. അമ്മ, പ്രണയം, സീത, ബാലാമണി എന്നീ സീരിയലിലൂടെയൊക്കെയായിരുന്നു നവീന്റെ തുടക്കം. ജാനിയിലെ വില്ലനായിട്ടാണ് നവീൻ കൂടുതലും തിളങ്ങിയത്. ചുരുങ്ങിയ സിനിമകളിൽ മാത്രമാണ് അഭിനയിക്കാൻ കഴിഞ്ഞതെങ്കിലും മിനി സ്ക്രീനിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാനും താരത്തിന് സാധിച്ചിട്ടുണ്ട്. കൂടുതലും വില്ലൻ വേഷങ്ങളിലാണ് എത്താറുള്ളത് എങ്കിലും പ്രേക്ഷകർക്ക് താരത്തോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നുമില്ല. മസിലളിയൻ എന്നാണ് പൊതുവെ താരത്തിനെ പ്രേക്ഷകർ വിളിക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇപ്പോൾ ഭാര്യ സിനിക്കായി പങ്കുവച്ച ആശംസയാണ് വൈറലായിരിക്കുന്നത്. നീണ്ട 14 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനാണ് താരം ഭാര്യയ്ക്ക് നന്ദി പറയുന്നത്. ദുഃഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒപ്പം നിന്നതിന് നന്ദി. എനിക്കറിയാം നീ എപ്പോഴും എന്റെ ഒപ്പം നിന്നിട്ടേ ഉള്ളൂ എന്ന്. ഇതിനിടെ താരത്തിന്റെ വീട്ടിലെ വിശേഷങ്ങളും വൈറലായി മാറുന്നുണ്ട്. ബിസിനസ് കുടുംബത്തിൽ നിന്നുമാണ് അഭിനയത്തോടുള്ള അഭിനിവേശം മൂലം നവീൻ ഈ മേഖലയിലേക്ക് എത്തുന്നത്. അഭിനയത്തിലും ജീവിതത്തിലും ഭാര്യയുടെ സപ്പോർട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് താരം മുൻപും പറഞ്ഞിട്ടുണ്ട്. എറണാകുളം ഗ്രിഗോറിയൽ സ്കൂളിലെ ടീച്ചറാണ് നവീന്റെ ഭാര്യ സിനി. ഒരു മകളും ഒരു മകനുമാണ് താരത്തിനുള്ളത്.